ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആര്യനെ ഇടിച്ചിടാൻ വേണ്ടിയിട്ട് നിതിൻ കൂട്ടുകാരനൊത്ത് കച്ച കെട്ടിങ്ങ് വരും. അപ്പം ഇത്രയും ആര്യനും കൂട്ടുകാരിയും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നിടത്തുനിന്ന് ആര്യനെ ഇടിച്ചു തെറിപ്പിച്ചിട്ട് അവൻ അങ്ങ് പോയി. പെട്ടെന്ന് ആര്യന് മനസ്സിലായി എന്തോ കുഴപ്പമുണ്ടെന്ന്. അപ്പോൾ അയ്യോ എന്തെങ്കിലും പറ്റുമോ ആര്യ എന്ന് ചോദിച്ചാൽ ഇത്ര വേഗം തന്നെ എഴുന്നേറ്റു. അപ്പോൾ എന്തൊരു മഴവാ ബൈക്ക് വന്നെന്ന് പറഞ്ഞ് സൗമ്യ ഇങ്ങനെ പറയാം. ആര്യൻ ചാടി മാറിയില്ലായിരുന്നു, ഇടിച്ച് തെറിപ്പിച്ചേനെ അവനെന്നും പറഞ്ഞു ഇങ്ങനെ പറയാം. അപ്പോൾ മിത്രയ്ക്ക് ഭയങ്കര ടെൻഷൻ. അപ്പോൾ മിത്ര ഇങ്ങനെ വെപ്രാളം കൊടുത്താണ്. അപ്പോൾ താനത്തിനെ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്, എനിക്കൊന്നും പറ്റിയില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ പോട്ടേന്ന് ചോദിച്ചു. വേണ്ട, പോവണ്ട, ഇന്ന് ഇനി ജോലിക്ക് പോവണ്ട ആര്യ, എനിക്കൊരു സമാധാനം ഇല്ലെന്ന് പറഞ്ഞു. താൻ എന്ത് ഇങ്ങനെ? വേണ്ട ആര്യ, ഒന്ന് പോവണ്ട എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് പോകണം, പോയേ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ആര്യം നിർബന്ധം പിടിക്കുക. സൗമ്യ ഞാനൊന്ന് അങ്ങോട്ട് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോകാൻ തുടങ്ങും. അപ്പം ആര്യ പോവല്ലേ എന്ന് പറഞ്ഞു മിത്ര. പക്ഷെ ആര്യനൊന്നും കേൾക്കാതെ ആര്യനങ്ങ് പോവുക. ആര്യനങ്ങ് പോകുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും മിത്രയ്ക്ക് ഭയങ്കരമായിട്ട് ടെൻഷനും കാര്യങ്ങളൊക്കെ ആയി. പക്ഷെ ആര്യൻ ആ ബൈക്കിനെ പിടിക്കാൻ വേണ്ടി പുറകെ പോവുകയാണ്. ഈ സമയത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നുള്ള പേടിയിൽ മിത്ര ഇങ്ങനെ നിൽക്കുമ്പോൾ നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? അതിന് പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല, അങ്ങനെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ അറിയാതെ വന്ന് ചിലപ്പോൾ ഒരു പക്ഷേ തട്ടിയതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മിത്രയോട് ഇങ്ങനെ കൂട്ടുകാരി സമാധാനമായിട്ട് പറയുക. പിന്നെ ഇത്രയൊക്കെ വയ്യാഞ്ഞിട്ടും ഇപ്പം അവൻ പോകുന്നതേ നിനക്ക് വേണ്ടിയിട്ടാണ്, നിന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കൂട്ടുകാരിയായിട്ടും മിത്ര സംസാരിച്ചുകൊണ്ട് നിൽക്കുക. ഇതെന്താടി നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങളെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് അറിയില്ല അടി എന്ന് പറഞ്ഞ് മിത്ര പറയുക കൂട്ടുകാരിയോട്. നീ ഇനി വന്നേ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടെ പോവുക. ഇതിന് ശേഷം പിന്നെ കാണിക്കുന്നത് കൃഷ്ണമംഗലത്താണ്. ധർമ്മൻ കൃഷ്ണമംഗലത്തേക്ക് വന്നു. അപ്പോൾ നന്ദിത എവിടെയുണ്ട്, ഇവർ രണ്ടുപേരും നിൽപ്പുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് പ്രഷറും കൊളസ്ട്രോളും ഉണ്ടെന്നൊക്കെ അറിയാം. ഇപ്പോൾ വെള്ളമെഴുത്തും തുടങ്ങിയോ? എൻ്റെ പൊന്നമ്മേ, ഇതാണ് ലഡു, ഇതെന്താ നമുക്ക് മനസ്സിലായില്ലെന്ന് ചോദിച്ചു. അപ്പം എൻ്റെ കയ്യിൽ നിന്ന് നീ വാങ്ങിക്കും കേട്ടോ, വയസ്സിത്തിരിയൊക്കെ ആയെന്ന് വെച്ച് നിന്റെ അമ്മയെ കണ്ണുപൊട്ടിയാക്കാനൊന്നും നീ നോക്കണ്ടെന്ന് പറയും അമ്മ. പിന്നെ ഒരു കാര്യവും ഇല്ലാതെ ഈ ലഡുവായിട്ട് നീ ഇങ്ങോട്ടേക്ക് വരില്ല എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം, അതെന്താ കാര്യം എന്നാ ചോദിച്ചതെന്ന് പറയുമ്പോൾ അത് പിന്നെ അമ്മ എന്നും പറഞ്ഞ് 4 പാട് നോക്കിയിട്ട് ദേവമംഗലത്തെ ഒരു വലിയ വിശേഷം നടക്കാൻ പോവാണെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നന്ദിതയ്ക്കും അതുപോലെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം. എന്തോ ഒന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു. എല്ലാവരും വലിയ ചർച്ചയും പുറത്തുപോക്കും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു. എന്താണെന്ന് ഞങ്ങൾ വ്യക്തമായില്ല എന്ന് നന്ദിത പറഞ്ഞപ്പോൾ അപ്പൊ ഏട്ടത്തിയുടെ അടാറ് കണ്ണ് അങ്ങ് തിരിച്ചു വെച്ചേക്കാണല്ലേ എന്ന് ചോദിച്ചു. എൻ്റെ പൊന്നേ, അപ്പൊ പെറ്റ വയറിന്റെ വേദന പ്രസവിച്ചവർക്കേ മനസ്സിലാവത്തുള്ളടാ എന്ന് പറഞ്ഞു. ഗോമതി പോയപ്പോഴേ മനസ്സിന്റെ പാതി അവിടേക്ക് കടം കൊടുത്തവളാ ഞാൻ. ഇപ്പം മിത്ര പോയപ്പോ നന്ദിതയും അതുപോലെ തന്നെ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളെക്കാളും പ്രിയം നിനക്ക് ഗോമതി ആയിരുന്നല്ലോ, അതുകൊണ്ടല്ലേ നീ ഗോമതിക്കൊപ്പം പോയെന്ന് ചോദിച്ചു. എന്നെക്കാളും നിന്നെ എടുത്തുകൊണ്ട് നടന്നത് മുഴുവനും അവളാണെന്നൊക്കെ ഇങ്ങനെ പറയാം. കുഞ്ഞുനാളിലെ കാര്യമൊക്കെ പറയുക കേട്ടോ. നിങ്ങൾ പിരിയാതിരിക്കുന്നത് തന്നെയായിരുന്നു എനിക്കിഷ്ടം, അതുകൊണ്ടാണ് നീ പോയ സമയത്തൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് രാജശ്രീ വരുക. രാജശ്രീ വന്നിട്ട് ഇങ്ങനെ അത് ഭാഗത്ത് നിന്ന് കേൾക്കോട്ടെ ഇവരെന്താ പറയുന്നത്. അപ്പോൾ കല്യാണക്കാരും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആരുടെ കല്യാണമാണെന്ന് ചോദിച്ചു. അപ്പോൾ ആനന്ദിൻ്റെ ആണെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഈശ്വരന്മാർക്ക് നന്ദി പറയും അമ്മ. എന്നാലും സ്വന്തം കൊച്ചുമകന്റെ കല്യാണക്കാരും പോലും ഇങ്ങനെ ഒരു അന്യയെ പോലെ മാറി നിന്ന് കേൾക്കേണ്ട ഗതികേടാണല്ലോ എനിക്ക് വന്നിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ നന്ദിത വേഗം തന്നെ ആ ഒരു ലഡു വേഗം ധർമ്മന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. എന്തായാലും എൻ്റെ കൊച്ചുമോന്റെ വിവാഹക്കാരും ഒക്കെ ഇങ്ങനെ മാറി നിന്ന് കേൾക്കേണ്ടി വരുന്നതിൽ എനിക്ക് നല്ല വിഷമമുണ്ടെന്നൊക്കെ അമ്മ പറയാം. അങ്ങനത്തെ മിത്രയുടെ കാര്യമൊക്കെ ചോദിച്ചു. അപ്പൊ നീ വിശദമായിട്ടൊന്നെല്ലാം പറയടാന്ന് പറഞ്ഞു. ഈ സമയത്ത് നമ്മുടെ ധർമ്മൻ എല്ലാം പറയാം കേട്ടോ. പെണ്ണിന്റെ വളയിടൽ ചടങ്ങ് കഴിഞ്ഞു എല്ലാം പറയുക. അപ്പോൾ അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടപ്പോഴത്തേക്കും രാജശ്രീ അങ്ങോട്ടേക്ക് വരുക. ഈ കല്യാണം നടക്കില്ല എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോഴേക്കും അമ്മയും നന്ദിതയും ഭയങ്കരമായിട്ട് ടെൻഷനായിട്ടോ. അമ്മയ്ക്ക് എങ്ങനെ തോന്നി അമ്മ ഈ മധുരം എടുക്കാനായിട്ട്? അപ്പൊ ഞാൻ എടുത്തില്ലല്ലോ എന്നമ്മ. എടുക്കാൻ തുടങ്ങുമ്പോഴേക്കും നീ വെടി പൊട്ടുന്നത് പോലെ അമ്മ എന്നും പറഞ്ഞ് വിളിച്ചില്ലേന്ന് ചോദിച്ചു. ഇങ്ങ് താ ധർമ്മ എന്നും പറഞ്ഞുകൊണ്ട് അമ്മ അത് വാങ്ങിക്കോ, നീയും അത് എടുക്കും നന്ദിത എന്ന് പറഞ്ഞു. നന്ദിതയെ കൊണ്ട് ഒരെണ്ണം കൂടി അങ്ങ് എടുപ്പിച്ചു. അപ്പൊ നിനക്കിത് വേണ്ടേ എന്ന് രാജശ്രീയോട് ചോദിച്ച പേര് പൊട്ടിക്ക് വേണമെന്ന് രാജശ്രീ പറയുവാണേ. അപ്പൊ സൂക്ഷിച്ച് സംസാരിക്കണം, നിന്റെ ധാർഷ്ട്യമൊന്നും ഇവിടെ വേണ്ടാന്ന് അമ്മ പറയുമ്പോ ഇവിടെയുള്ളവർക്ക് കള്ളത്തരമൊക്കെ കാണിക്കാം, പറയുന്നതാണോ കുഴപ്പമെന്ന് രാജശ്രീ ചോദിച്ചപ്പോ എന്ത് കാണിച്ചെന്ന രാജശ്രീ നീ പറയുന്നതെന്ന് ചോദിച്ചു. ആ ദേവമംഗലത്തെ നാശം പിടിച്ചവനും ഏട്ടത്തിയുടെ മോളും കൂടെ ചേർന്ന എൻ്റെ മോൻ അലോഹിന്റെ കല്യാണം മുടക്കിയതെന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയുവാണ്. അപ്പൊ അത് പറയുമ്പോൾ ഇവരൊന്നും മിണ്ടുന്നില്ല. എന്നിട്ടിപ്പോ അവിടെ വേറൊരുത്തൻ കെട്ടാൻ പോകുന്നെന്നുള്ള സന്തോഷ വാർത്തയ്ക്ക് കള്ളത്തരമൊന്നല്ലേ പറയേണ്ടതെന്ന് ചോദിച്ചു. അതിന് നിങ്ങൾ സന്തോഷിക്കല്ലേ? ഈ അലോഹിനെ സ്വന്തമായി കല്യാണം ആലോചിച്ചത് നീയും അച്യുതനും കൂടെ ചേർന്നിട്ടൊന്നും അല്ലല്ലോ എന്ന് അമ്മ അന്നേരം രാജശ്രീയോട് ചോദിക്കുക. ഒരു കല്യാണം മുടങ്ങിയെന്ന് കരുതി വേറൊരു പെണ്ണിനെ കിട്ടില്ലെന്നാണോ പറയുന്നത് എന്ന് ചോദിക്കുക. അവന് നേരെ ഒരു കല്യാണം ആലോചിക്കാൻ നോക്ക്. അല്ല പിന്നെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട് അമ്മ ലഡു നിന്ന് അവിടെ നിന്ന് പോയി. ഈ സമയത്ത് നിങ്ങളോട് ചോദിക്കാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല, നല്ല ലഡു കിടുക്കോ എടുത്തോളാൻ പറഞ്ഞു. ഇറങ്ങു ധർമ്മ നീ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ അനന്തൻ അങ്ങോട്ടേക്ക് വരും. അവൻ്റെ ഒരു ലഡു എന്നും പറഞ്ഞു. വേണ്ടെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞ് ധർമ്മൻ ഇറങ്ങി ഓടാൻ നോക്കുമ്പോഴത്തേക്കും അനന്തൻ അങ്ങോട്ടേക്ക് വന്നു. അനന്തം വന്നപ്പോഴത്തേക്ക് അയ്യോ അത് പിന്നെ ഞാൻ അമ്മയെ കാണാൻ വന്ന കേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിന്ന് പോയപ്പോഴത്തേക്ക് അച്യുതനും അങ്ങോട്ടേക്ക് വന്നു കേട്ടോ.
നമ്മുടെ ധർമ്മൻ എന്നിട്ട് അവിടെ നിന്ന് പോയി. ധർമ്മൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ രാജശ്രീ അവിടെ ഇങ്ങനെ നിൽക്കുമല്ലേ. ഈ സമയത്ത് ആനന്ദൻ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോവുക. അതുപോലെ തന്നെ അച്യുതനും ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറിപ്പോയി. രാജശ്രീക്ക് ഒന്നും മനസ്സിലായില്ല. അപ്പോൾ അവരങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഒരു ലഡു എടുത്ത് നമ്മുടെ രാജശ്രീ എടുത്ത് കഴിച്ച് നോക്കുക കേട്ടോ. എന്നിട്ട് ചുണ്ടൊക്കെ തുടച്ച് ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ അങ്ങനെ നിൽക്കുന്നു. അവർക്ക് കഴിക്കാമെങ്കിൽ പിന്നെ എനിക്ക് കഴിച്ചൂടെ എന്നുള്ളൊരിതിൽ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ മിഥുനെയാണ് കാണിക്കുന്നത്. മിഥുനും അതുപോലെ കൂട്ടുകാരും കൂടെ അവരെ കൃഷ്ണമംഗലത്തിലുള്ളവരെ പറ്റി സംസാരിക്കുക. ആനന്ദൻ എന്ന് പറയുന്ന അയാളെ അറിയാവല്ലോ, അതെ ആര്യന്റെ അമ്മായച്ചനല്ലേ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. പല സാഹചര്യങ്ങളിലും അവൻ ആര്യൻ എന്ന് പറഞ്ഞ വഴി മുടക്കി നിന്നതാണെന്നൊക്കെ പറഞ്ഞ് പല രീതിയിലും നടന്ന പണ്ടത്തെ കാര്യങ്ങളെ പറ്റിയൊക്കെ ഇങ്ങനെ ആലോചിക്കുവാണ്. ഞാൻ ഒരു തരത്തിൽ അവളെ എൻ്റെ വശീകരണ വലയിലേക്ക് കൊണ്ടുവന്നപ്പോഴെല്ലാം അവളെ രക്ഷിക്കാനായിട്ടൊരു ദൂതനെ പോലെ അവനുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് എന്നെ പറയുവാണേ. ഇനിയിപ്പോൾ എൻ്റെ ഒരു നീക്കം ഞാൻ നടത്താൻ പോവാം. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ ആ നീക്കത്തെ പറ്റി, അവൻ എങ്ങ് തട്ടുക എന്നുള്ളതാണ് എൻ്റെ ഒരു നീക്കം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കൂട്ടുകാരന്മാർ ഞെട്ടി. അലോഹിനും ആര്യനാണ് ഇപ്പൊ കണ്ണിലെ കരടായിട്ട് നിൽക്കുന്നത്. അലോഹിന്റെ ആവശ്യമാണെന്ന് വരുത്തി അവനെ അങ്ങ് തട്ടാൻ പോവുകയാണെന്ന് ഞാനെന്നും പറഞ്ഞു ഇത് പറഞ്ഞു കേട്ടോ. നാളെ ഞാൻ അലോഹിനെ കാണും, എന്നിട്ട് അവനെ കാര്യത്തിലേക്കൊന്ന് അടുപ്പിച്ച് കൊണ്ടുവരും. അവൻ ആകെ വട്ടായിട്ട് നിൽക്കുന്ന സമയമാണ്. എൻ്റെ ഒരു ഓഫർ അവൻ എന്തായാലും സ്വീകരിക്കും, അത് ഉറപ്പാണെന്ന് പറഞ്ഞു. അതെ, നീ അന്ന് പറഞ്ഞപ്പോഴും എൻ്റെ സംശയം ഞാൻ പറഞ്ഞു, കൈവിട്ട കളിയാ, സൂക്ഷിച്ചേ കളിക്കാവുള്ളൂ ഇത് പറഞ്ഞപ്പോ സൂക്ഷിക്കാനൊന്നും എന്നെ ആരും പഠിപ്പിക്കണ്ട, എങ്ങാനും പിടിക്കപ്പെട്ട അലോകിന്റെ തലയിലേക്ക് വെച്ചു കൊടുത്ത് ഞാനങ്ങ് ഒഴിയും എന്നും ഇതും പറയുവാണേ. ചതി അവനെ വേറെ ആരെങ്കിലും പഠിപ്പിക്കണോ? ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഒന്നാം തരം ചതിയനാണല്ലോ ഈ മിഥുനെന്ന് പറയുന്നവൻ. അലോഹിനത് വേണം. പക്ഷെ എന്താണ് സംഭവിക്കുന്നതെന്ന് മിഥുനും അറിയാൻ പറ്റുന്നില്ല. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനുമോൾ അവിടെ ഇരുന്ന് കണക്ക് കൂട്ടുന്നു. ബാലൻ പറയുന്നത് കേട്ടിട്ട് കണക്ക് കൂട്ടി കൊച്ചിന്റെ തലയ്ക്ക് വട്ട് പിടിച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ ഗോമതി ചായയായിട്ട് വരുക. അപ്പൊ ചായ കൊണ്ടുവന്ന് കൊടുത്തു. എന്താ അനുക്കുട്ടി, നിന്റെ തലയിൽ നിന്ന് പുക വല്ലതും വരുന്നുണ്ടോ എന്ന് ചോദിച്ചമ്മ. ഒരൊറ്റ ഷോപ്പിലെ കണക്ക് നോക്കുമ്പോഴേ തല പുകയുകയാണെങ്കിലേ പിന്നെ ഗോമതി സ്റ്റോറിന് വേറെ ബ്രാഞ്ചുകളും കൂടി വരുമ്പോൾ എന്തായിരിക്കും നിന്റെ അവസ്ഥ എന്നിങ്ങനെ ചോദിക്കുവാണ് അച്ഛൻ മോളോട്. അപ്പൊ അതെ അച്ഛാ, ചുമ്മാ കളിയാക്കല്ലേ, 1 അല്ല 9 ബ്രാഞ്ചുകൾ വന്നാലും അതിന്റെ ഒക്കെ കണക്ക് നോക്കി ചലിയാനേ ഞാൻ ഒരാൾ മതിയെന്ന് നമ്മുടെ മോള് പറയാം. വാ പാട്ട് വിശേഷം സമ്മതിച്ചു, പക്ഷെ പറയുന്നത്ര എളുപ്പമല്ല മോളെ കാര്യങ്ങളെന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ ആനന്ദ് അങ്ങോട്ടേക്ക് വന്നു. എന്താ അച്ഛാ, എന്താ അമ്മയെ കാര്യം എന്ന് ചോദിച്ചു. അപ്പൊ നിന്റെ അച്ഛനെ ഗോമതി സ്റ്റോറിന് പുതിയ ബ്രാഞ്ചുകളൊക്കെ പണിയാൻ പോവാണെന്ന് പറഞ്ഞു. അപ്പൊ ആണോ അച്ഛാ എന്ന് ആനന്ദ്. വെറുതെ പറഞ്ഞതാടാ, തമാശ പറയുന്നതാടാ. അപ്പൊ ആര് പറഞ്ഞു തമാശയാണെന്ന്? ഒരു തമാശയല്ല അച്ഛൻ, സീരിയസ് ആയിട്ട് പറഞ്ഞതാണോ? സീരിയസ് ആയിട്ട് തന്നെയാ. പിന്നെ നമ്മൾ ഒരുമിച്ച് തുടങ്ങിയ ജീവിതത്തിന്റെ ആദ്യത്തെ പടിയല്ലായിരുന്നു നമ്മുടെ ഗോമതി സ്റ്റോർ എന്ന് ചോദിച്ചു. അവിടെ നിന്നുകൊണ്ട് പടികളൊക്കെ നമ്മൾ കയറിയില്ലേ? ദേ ഇപ്പൊ മോന്റെ കല്യാണം വരെ കാര്യങ്ങൾ എത്തിയില്ലേ എന്നൊക്കെ ചോദിക്കാം. ഇപ്പോഴാണോ മകന്റെ കല്യാണം എത്തിയത് എന്ന് ചോദിക്കുവാണെന്നേരം അനു. പിന്നെ 3 മക്കളുടെ കല്യാണം കഴിഞ്ഞത് അച്ഛൻ ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്തതുപോലെ എന്താ പറയുന്നതെന്ന് ചോദിച്ചു. അപ്പൊ നമ്മുടെ മീനാക്ഷി അങ്ങോട്ട് വരുക. മീനാക്ഷി വന്നപ്പോൾ ഇവരുടെ സംസാരം കേൾക്കും. അപ്പൊ ഈ ബാലൻ അഹങ്കാരം തന്നെയാ പറയുന്നത്. അതിൽ 2 എണ്ണം ബാലന്റെ കണക്ക് പുസ്തകത്തിൽ ഇല്ലെന്നും എന്നെ അറിയിക്കാതെ എന്റെ അനുവാദം വാങ്ങാതെ നടന്ന കല്യാണങ്ങൾക്കൊന്നും അക്കൗണ്ട് സൂക്ഷിക്കേണ്ട കാര്യവും എനിക്കില്ല എന്നും ബാലൻ പറയുന്നു. ഇതും മീനാക്ഷി കേൾക്കുവാണ്. അപ്പൊ അങ്ങനെ സംസാരിക്കുമ്പോ ബാലേട്ടാ, മക്കളെല്ലാം ഒരുപോലെയല്ലേ എന്ന് ഗോമതി ചോദിക്കുക കേട്ടോ. അത് കേട്ടപ്പോ ആയിരുന്നു, അങ്ങനെ അല്ല എന്ന് അവർ തിരിഞ്ഞു നിന്ന് പ്രവർത്തിച്ച് കാണിച്ച് തരുന്നതുവരെ അങ്ങനെ തന്നെ ആയിരുന്നു എന്ന് പറയാം. അപ്പൊ മീനുവിന് സങ്കടം വരുന്നുണ്ട്. എല്ലാവരെയും ഒരേ ത്രാസിൽ വെച്ച് തൂക്കിയാൽ അത് ഞാൻ എൻ്റെ മനസാക്ഷിയോട് കാണിക്കുന്ന വഞ്ചനയാകും ഗോമതി എന്നും പറഞ്ഞു വലിയ ഡയലോഗൊക്കെ ഇറക്കും കേട്ടോ ഈ ബാലൻ. പിന്നെ ഇത്രയും കാലം എന്നെ അനുസരിച്ച് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചും ആഗ്രഹത്തിനും അനുസരിച്ചും ജീവിച്ച എൻ്റെ ആനന്ദനോട് കാണിക്കുന്ന നീതികേടാകുമെന്ന് പറഞ്ഞിങ്ങനെ പറഞ്ഞു. അച്ഛനെന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചു. അച്ഛാ, ദേ ആകാശിന്റെയും ആര്യന്റെയും കാര്യത്തിൽ വേർതിരിവ് അച്ഛൻ കാണിക്കരുതെന്നും അതെന്നെ സന്തോഷിപ്പിക്കില്ല അച്ഛാ എന്ന് ആനന്ദ് പറഞ്ഞപ്പം അത് നിന്റെ നല്ല മനസ്സാ മോനെ എന്ന് പറയാം. അതിനെ ചൂഷണം ചെയ്യാനായിട്ട് ഞാൻ ആരെയും അനുവദിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ഈ ബാലൻ ഇങ്ങനെ പറയാം. ബാലൻ അത് പറഞ്ഞപ്പോ മൂത്തവനായ നീ ഇവിടെ നിൽക്കുമ്പോൾ അവരെല്ലാം സ്വന്തം കാര്യം നോക്കി ഓരോരോ പെണ്ണുങ്ങളെ വിളിച്ചുകൊണ്ട് വന്നവനവരല്ലേ എന്നൊക്കെ ചോദിച്ചു കേട്ടോ. അത് കേട്ട് മീനുവിന് ഒരുപാട് സങ്കടം വന്നു. അവന്മാർക്ക് കിട്ടിയതിനേക്കാളും നല്ലൊരു പെണ്ണിനെ നിനക്കിപ്പോ കിട്ടിയത് കണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ അങ്ങനെ അതും ചോദിച്ചു വന്നിട്ട് ഇങ്ങനത്തെ ഈ ഗോമതിയും അതുപോലെ തന്നെ ആനന്ദും കാണുക ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുവാണ്. അപ്പോൾ ഈ നാട് കാണുക 1-ാം തരം കല്യാണം അതിന് നടത്തുമെന്നൊക്കെ പറഞ്ഞു. അച്ഛ പ്ലീസ് അച്ഛ ഇങ്ങനെ ഒന്നും പറയരുതെന്നൊക്കെ പറഞ്ഞു. എനിക്ക് ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റില്ല. പിന്നെ വീട്ടുകാർ ആലോചിച്ച് നടത്തുന്ന കല്യാണവും ഒളിച്ചോട്ട കല്യാണവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മീനാക്ഷിയും അറിയാൻ പോകുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് മറച്ചു പിടിച്ച് ഒളിച്ചു വെച്ച് സംസാരിക്കേണ്ട ഒരു കാര്യം എനിക്കില്ല, ആര് വേണമെങ്കിലും കേട്ടോട്ടെ എന്ന് പറഞ്ഞു. മീനാക്ഷി ഇത് കേൾക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ മീനാക്ഷി അന്നേരം അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു കേട്ടോ.
പെട്ടെന്ന് അച്ചു പറഞ്ഞു, അച്ഛാ ഒരു 2000 രൂപയുടെ കുറവുണ്ടെന്ന്. അപ്പോൾ ഇനി മുതൽ എല്ലാ ദിവസവും ആ 2000 രൂപയുടെ കുറവ് കണക്കിൽ കാണുമെന്ന് പറഞ്ഞു. അതെങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ, ഒരു കല്യാണം അല്ലേ ഇങ്ങ് വരാൻ പോകുന്നത്, ചെലവ് എത്രയാകുമെന്നാ വിചാരിച്ചിരിക്കുന്നത്, ഓരോ ദിവസവും 2000 രൂപ വെച്ച് ഞാൻ അതിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോൾ ഇവരിങ്ങനെ അന്തം വിട്ടിരിക്കും കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, കൊട്ടും ഘോഷവുമായി നാടറിഞ്ഞു വേണം എൻ്റെ മോനും ശ്രീദേവിയുമായിട്ടുള്ള കല്യാണം നടക്കാൻ. അത് കേട്ടപ്പോൾ, അച്ഛാ അതൊന്നും വേണ്ടാന്ന് ആനന്ദ് പറഞ്ഞു. പിന്നെ ഒരുപാട് ചെലവഴിച്ചിട്ടുള്ള കല്യാണമൊന്നും എനിക്ക് വേണ്ട, വളരെ ഒതുങ്ങിയ രീതിയിൽ മതിയെന്ന് ആനന്ദ് പറഞ്ഞു. അതുപോലെ തന്നെ ഗോമതി, ബാലേട്ടൻ ഈ പറയുന്നതൊക്കെ മീനുവിന് വിഷമമാവുന്നുണ്ടെന്ന് പറഞ്ഞപ്പം, ഇപ്പോഴേ വിഷമിച്ച് തുടങ്ങിയാൽ ഇനി എത്ര വിഷമിക്കാൻ കിടക്കുകയാണ് എന്ന് ചോദിക്കുക. നേരത്തേക്കും മീനുവിനോട് ഈ പറയുന്ന നമ്മുടെ ബാലൻ. അതും പറഞ്ഞങ്ങ് പോയി. മീനുവും ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് അങ്ങ് പോയിട്ടോ. ഈ സമയത്താണെങ്കിൽ നമ്മുടെ ആനന്ദ് അമ്മയോട് ചോദിക്കുക, അച്ഛനെന്താ അമ്മ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, എനിക്ക് വിഷമമാവുന്നുണ്ടോ കേട്ടോ അമ്മയെന്ന്. അപ്പം മോനെ, നീ വിഷമിക്കേണ്ട യാതൊരു കാര്യവും ഇവിടെ ഇല്ല. പിന്നെ അച്ഛൻ്റെ സ്വഭാവം അതെന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. നീ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട സമയമല്ലേ ഇതേൻ്റെ മോൻ, ചെല്ലമ്മ കഴിക്കാൻ എടുത്തു വെക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോമതി അടുക്കളയിലേക്ക് പോയി. ഇത് കഴിഞ്ഞ് പിന്നെ രാജശ്രീയും അച്യുതനെയും കാണിക്കുന്നത്. അവർ രണ്ടുപേരും കൂടി അവിടെ കൃഷ്ണമംഗലത്തിരുന്ന് സംസാരിക്കുക മകന്റെ കാര്യങ്ങൾ. അപ്പൊ അവനെന്താ നേരത്തെ കാലത്തും കുടുംബത്ത് കയറാത്തേന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴത്തേക്കും ബാലൻ അത് ഉമ്മറത്തിരുന്ന് ഇവരെ കണ്ടു. അപ്പൊ ഇവര് മകന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബാലൻ ഇതൊക്കെ കൂർമ്മ ചെവിയോട് കേൾക്കാം. എവിടുന്നെങ്കിലും നല്ലൊരു പെണ്ണിനെ കണ്ടുപിടിച്ച് അവന് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, അച്ചുവേട്ടാ എങ്കിൽ അത് വേഗം വേണം, പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, ആ ആനന്ദന്റെ കല്യാണം ഉറച്ചെന്നാ കേട്ടേന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും വിശേഷങ്ങളെല്ലാം. അപ്പോ ഇവരിതൊക്കെ കണ്ട് സന്തോഷിക്കാനിരിക്കുന്നതേ ഉള്ളൂ. സ്വന്തം മകന്റെ കല്യാണം മുടങ്ങി എൻ്റെ മകന്റെ കല്യാണ വിവരം അറിയുമ്പോൾ അച്യുതൻ ഞെട്ടുന്നത് കാണണമായിരുന്നു എനിക്കെന്ന് പറഞ്ഞുകൊണ്ട് ബാലൻ ഇങ്ങനെ അവിടെ മനസ്സിൽ ചിന്തിക്കുക. അവന്റെ ചാങ്കൂരുകെന്ന് നേരിട്ട് കണ്ടു എന്നും പറഞ്ഞു. ആ സമയത്താണ് അലോഹ് കയറി വരുന്നത്. അലോഹ് കയറി വന്നപ്പോൾ, കല്യാണം കഴിക്കേണ്ട സമയത്ത് കല്യാണം കഴിക്കണം, നീ ഇങ്ങനെ ചുറ്റി നടന്നിട്ട് കാര്യമില്ല, ഒന്നാമത് നിനക്ക് കഷ്ടകാലമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അലോഹിനോട് അച്യുതൻ പറയാം. ആ സമയത്ത് ബാലൻ അവിടെ ഇരുന്ന് ഫോൺ എടുത്ത് വല്ലോ ഒച്ചയ്ക്ക് വിളിക്കുക കേട്ടോ. അതെ, പറഞ്ഞ നിങ്ങൾക്ക് അറിയുമായിരിക്കും, നമ്മുടെ ആ ഉദയഭാനു ഇല്ലേ, ഉദയഭാനു ആ ബിസിനസ്സുകാരനാണെന്നൊക്കെ പറഞ്ഞ് ഫോണിൽ ഇങ്ങനെ ഒച്ചയ്ക്ക് വിളിക്കുക ഇവര് കേൾക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ബാലൻ സ്വയം കൂടി ഇങ്ങനെ തോണ്ടി വെച്ചിരിക്കുക കേട്ടോ. ബാലൻ എന്നിട്ട് ഇങ്ങനെ വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ടെന്നുള്ള രീതിയിൽ അവൻ നിന്ന് പറയാം, പെണ്ണിനെ പറ്റിയും അവരെ പറ്റിയും ഒക്കെ ഇങ്ങനെ. പിന്നെ ആദ്യമേ ചാടിക്കയറി പറയാത്തത് ഏതെങ്കിലും അസൂയക്കാർ പാര വെച്ചാലോ എന്ന് കരുതിയിട്ടാണെന്നൊക്കെ പറഞ്ഞ് ഒച്ചയ്ക്ക് പറയാം. അപ്പൊ ഇതൊക്കെ അച്യുതനും ഭാര്യയും മകനും കേട്ടുകൊണ്ട് നിൽക്കുകയാണെന്ന് ഓർക്കണം. 10 പൈസ പോലും സ്ത്രീധനം മേടിക്കുന്നില്ല, അത് ചെയ്യുന്നില്ല, ഇത് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗും കാര്യങ്ങളും. എൻ്റെ മോൻ ഒരു കിളി പോലത്തെ പെണ്ണ് അവന്റെ ഭാഗ്യത്തിന് കിട്ടിയതാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ബാലൻ ഇരുന്ന് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കി സംസാരിക്കുക. ഈ മരയൂളകൾക്ക് പിന്നെ എവിടുന്ന് പെണ്ണ് കിട്ടാൻ, എവിടുന്നും കിട്ടാൻ പോകുന്നില്ലെന്നൊക്കെ പറഞ്ഞത് അലോഹിനെ ഉദ്ദേശിച്ചാ പറയുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും വെക്കാണെന്നുള്ള രീതിയിൽ ബാലൻ ചെറുതായിട്ട് പോകേണ്ട കേസുകളൊക്കെ പോലിപ്പിച്ച് വലിയ സംഭവമാക്കിക്കൊണ്ട് ഇങ്ങനെ പ്രശ്നത്തോട് പ്രശ്നമാക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. ബൈ ബൈ, ടാറ്റാ.